ഹായ് എവരിവൺ. ഇന്ന് നമുക്ക് 10-15 മിനിറ്റിനകത്ത് പാനിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കണ്ടാലോ. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് 1.5 കപ്പോളം മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ എടുക്കാവുന്നതാണ്. അരിപ്പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ കൂടെ ചേർത്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും 1/4 ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ അത്യാവശ്യം നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു ബാറ്ററായിട്ട് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം അല്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ പാലാടയൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ബാറ്ററില്ലേ, അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയാൽ മതി. ഞാനിപ്പോൾ ഈ ബാറ്റർ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 2 സവാള, 2 പച്ചമുളക്, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി, 1 ടീസ്പൂണോളം തന്നെ വെളുത്തുള്ളിയും. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലില്ലാത്ത ഒരു 3-4 പീസ് ചിക്കൻ എടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ടൊന്ന് മിൻസ് ചെയ്തെടുക്കണം. അതിനുശേഷം ഡയറക്റ്റ് അങ്ങനെ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇങ്ങനെ മിൻസ് ചെയ്ത് ചേർക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് വരും. വളരെ പെട്ടെന്ന് തന്നെ ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു വെള്ള കളറിലോട്ട് മാറും. വളരെ വേഗം തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും. അതുവരെ തുടർച്ചയായിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മൾ കട്ട്ലറ്റിനും സമൂസയ്ക്കും ഒക്കെ ചെയ്യുന്നത് പോലെ ചിക്കനൊക്കെ പ്രത്യേകം വേവിച്ച് മിക്സ് ചെയ്ത് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ചെയ്തെടുത്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ചിക്കൻ ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മസാലപ്പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയുമാണ് ഇനി ചേർക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ റോസ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഒരല്പം ഉപ്പും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പിടി മല്ലിയിലയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചൂടായ കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തതിന് ശേഷം 4 ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ബട്ടറിന് പകരം നെയ്യോ എണ്ണയോ അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ കടായിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്റർ ഒരു 2-3 സ്പൂൺ ഒഴിച്ച് ഒന്ന് നിരത്തി കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ആയിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ഒരു ബാറ്റർ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ് ഇതിന് മുകളിലായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഫില്ലിങ്ങും ഇതിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കണം. ഈ ബാറ്ററിലേക്ക് ഈ ഒരു ഫില്ലിങ് നിരത്തി കൊടുത്താൽ മാത്രം മതി. ഒരു മടങ്ങ് പ്രസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഞാനിവിടെ ഇത് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് അല്പം ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ചീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അല്പം ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസും ടൊമാറ്റോ കെച്ചപ്പും ഓപ്ഷനിലാണ്, അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിന് മുകളിലായിട്ട് ആ ബാലൻസ് ഉള്ള ബാറ്റർ ഉണ്ടല്ലോ, അത് വളരെ തിന്നായിട്ട് നല്ല കട്ടി കുറഞ്ഞ രീതിയിൽ ഒന്ന് ഒഴിച്ച് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു 3-4 സ്പൂൺ ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് കട്ടിക്ക് ഒഴിച്ച് കൊടുക്കണ്ട. ഇനി ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. സിമ്പിളായിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് മുകളിലേക്കായിട്ട് നേരത്തെ ബാലൻസ് ഉണ്ടായിരുന്ന ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുവാണ്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഞാൻ അല്പം ചീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്താൽ മതി. ചീസൊക്കെ ഓപ്ഷനിലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഞാനൊരല്പം ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്. എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ വളരെ എളുപ്പത്തിൽ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം വളരെയധികം ടേസ്റ്റിയാണ്. ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ. നെക്സ്റ്റ് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.